വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കണം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഗലീലിയ കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനും സഹോദരൻ അന്ത്രയോസിനെയും. അവൻ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞ്, എന്നെ അനുഗമിക്കുകയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവൻ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സെബദി പുത്രന്മാരായ യാക്കോവും അവൻ്റെ സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവനെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെ വിട്ട് അവനെ അനുഗമിച്ചു. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഒരു മനസ്സമ്മതത്തിനും ഒരു കല്യാണത്തിനും വായിക്കപ്പെടാത്ത ഒരു വചനഭാവമാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? കല്യാണത്തിനും മനസ്സമ്മതത്തിനും വായിക്കപ്പെടുന്നത് കല്യാണത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വിവാഹം അല്ലെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള വചനങ്ങളായിരിക്കും എപ്പോഴും. ജോർച്ചാൻ ഇത് പറഞ്ഞ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ തോന്നിച്ചു തന്ന ഒരു വചനമാണ്. ഞാനത് പറയാൻ കാര്യം, ഇത് വായിച്ചപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന നമ്മൾ കാണുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്രോസും അവൻ്റെ സഹോദരൻ അന്ത്രയോസും, അടുത്തത് യോഹന്നാനും യാക്കോബും. ഈ 4 പേരും ഒരിക്കലും ഈശോയെ കണ്ടിട്ടില്ല. ഈശോ ഒരിക്കലും ഇവരെയും കണ്ടിട്ടില്ല. ഈ കാണപ്പെടാത്ത 4 പേരെ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത യേശു വിളിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു കല്യാണം എന്ന് പറയുന്നത്. ഞാൻ ഈ മോളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ മോളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ക്രിസ്തു വിളിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അതായത് ഈ മോളെ ഒരിക്കലും ഈ മോളുടെ ജീവിത പങ്കാളിയെ കണ്ടിട്ടില്ല, അല്ലേ? കാണത്തില്ല. അതായത് ജീവിത പങ്കാളി ഈ മോളെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഒരാളെ വിളിക്കുന്നു. ആ വിളിച്ച വിശ്വസ്തയോടെ ഈ മോളെ ഇറങ്ങിത്തിരിക്കുക. ആ വിശ്വാസമാണ് യഥാർത്ഥത്തില് ക്രിസ്തുവിന്റെ കൂടെ ആ 11 പേര് പോയത്. എന്നാൽ ഒരാള് പിൻവാങ്ങിപ്പോയത് നമുക്കറിയാം. എന്തുകൊണ്ട് പിൻവാങ്ങിപ്പോയി? ക്രിസ്തുവിനെ ഉൾക്കൊള്ളാനായിട്ട് ആ വ്യക്തിക്ക് മാത്രം സാധിച്ചില്ല. ആ വ്യക്തിയുടെ മനസ്സ് പല കാര്യങ്ങളിൽ വ്യാപൃതമായി തീർന്നു. എന്നാൽ 11 പേരും ക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു, ക്രിസ്തു പറഞ്ഞത് കേട്ടു, ക്രിസ്തുവിന്റെ കൂടെ നടന്നു. ജീവിതം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമാണ്. കുറവുകൾ ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അടിസ്ഥാനമാക്കിയ 2 പേരും മുന്നോട്ട് പോകുന്നത്. കുടുംബജീവിതത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത് പരസ്പര വിശ്വാസവും സ്നേഹവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു തിരഞ്ഞെടുത്തതുപോലെ കാണപ്പെടാത്ത, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഏതാനും മാസങ്ങൾ കൊണ്ട് മാത്രം പരിചയപ്പെട്ട ഒരു വ്യക്തിയെ മോളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം തിരഞ്ഞെടുക്കുക. ഇന്ന് പള്ളിയിൽ ചെല്ലുമ്പോഴേ എല്ലാം കഴിഞ്ഞിട്ട് മോളോട് അച്ഛനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ഇപ്രകാരമായിരിക്കും, നീ സമ്മതിക്കുന്നുവോ? നമ്മൾ എന്തു പറയും? സമ്മതിക്കുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ തൻ്റെ ജീവിത പങ്കാളിയായി കൂട്ടാൻ സമ്മതിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്മതിക്കുന്നത്? അടുത്ത ദിവസം വിവാഹം നടക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും. ഇത് കഴിഞ്ഞൊരു വാക്കുണ്ട്, മരണം വേർപിരിക്കുന്നിടം വരെ ഒന്നിച്ച് കഴിഞ്ഞു കൊള്ളാമെന്നുള്ള സമ്മതമാണ് ഇന്ന് ദൈവസന്നിധിയിൽ വെച്ച് മോളെടുക്കുന്നത്. നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടച്ച് ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ നല്ല കർമ്മങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ നിമിഷങ്ങളിൽ വിശുദ്ധ ഗബ്രിയേലും മിഖേലും റാഫേലും ഈ നിമിഷങ്ങളിൽ കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ ഞങ്ങൾക്ക് കൂട്ടിരിക്കുവാൻ തന്ന പരിശുദ്ധാത്മാവ സഹായകൻ ഈ നിമിഷങ്ങളിൽ മോൾക്ക് ഇന്ന് നടക്കുന്ന ചടങ്ങുകൾക്കെല്ലാം കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ദൈവമാതാവ് കാനായിലെ കല്യാണ വിരുന്നിലെ കുറവുകൾ പരിഹരിച്ചതുപോലെ മോളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പരിഹരിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവ് മോളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കുരിശിൽ ചിന്തിയ തിരുരക്തം കൊണ്ട് മോളുടെ ജീവിതം മുഴുവൻ കഴുകപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദാമ്പത്യ ജീവിതം സുന്ദരവും സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കുവാൻ നമുക്ക് ഈ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ളവനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ ആളുകൾ യാത്രയിലായിരിക്കുന്നു. അവരെല്ലാം തക്ക സമയത്ത് ആ ദേവാലയത്തിൽ എത്തിച്ചേരുവാനും കടന്നു വരുന്ന പുരോഹിതയും കടന്നു വരുന്ന ബന്ധുപുത്രാദികളെയെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണങ്ങൾ ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നയിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തെയും ഭവനാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ പിരിയുകയാണ്. പിരിയാത്ത സാന്നിധ്യം എന്ന് നിന്റെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഓരോ വ്യക്തികളും വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെയും നിന്റെ തിരുരക്തത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ അപതനർത്ഥങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും രോഗങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഷ്ടന്റെ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സർവ്വം ഞങ്ങൾക്കായി ജീവൻ വരിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.